മലബാർ കലാപവും വാഗൺ ദുരന്തവും. 1921 മലബാർ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. ഏറനാട് താലൂക്കിലെ പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചതാണ് ഈ കലാപത്തിന്റെ പ്രധാന കാരണം. ഈ സംഭവം പോലീസും മാപ്പിളമാരും തമ്മിലുള്ള വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾക്ക് വഴിവെച്ചു. പ്രധാനമായും ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിലായിരുന്നു ഈ പ്രക്ഷോഭം ഏറ്റവും ശക്തമായിരുന്നത്. പ്രധാന നേതാക്കൾ. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാക്കൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കോയാത്തങ്ങൾ, അതുപോലെ അലി മുസലിയാർ എന്നിവരായിരുന്നു. ഇവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രക്ഷോഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. വാഗൺ ട്രാജഡി. 1921 നവംബർ 19 ഈ സംഭവം നടന്നത്. കലാപവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട 90 തടവുകാരെ തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് ഒരു ഇരുമ്പുണ്ടാക്കിയ കാറ്റും വെളിച്ചവും കടക്കാത്ത ഗുഡ്സ് വാഗണിൽ അടച്ചുപൂട്ടിക്കൊണ്ടുപോയി. നവംബർ 19 രാത്രി പുറപ്പെട്ട ആ വണ്ടിയിൽ ശ്വാസമുട്ടി 61 പേർ മരിക്കുകയും പിന്നീട് ആശുപത്രിയിൽ വെച്ച് 3 പേർ കൂടി മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് വാഗൺ ട്രാജഡിയിൽ ആകെ മരണപ്പെട്ടത് 64 പേരാണെന്നാണ് ഔദ്യോഗികമായി കണക്കാക്കപ്പെടുന്നത്.